ഇന്ന് കുറച്ച് തിരക്കിട്ട പണിയാണ് കേട്ടോ. ഇന്നൊരു വഴിക്ക് പോവാനുണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ തിരക്കുള്ള ദിവസം എളുപ്പപ്പണിയാണ് എൻ്റെ പൂരി ചുടൽ. എളുപ്പപ്പണിക്കിപ്പം ആ ഒരു കടിയൊക്കെ തന്നെ എല്ലാം കൂടെ നടക്കുള്ളൂ. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പള്ളിയിൽ പരിപാടി ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ദറസ് ഉണ്ട്. ബാവലി നമ്മളെ പള്ളിയിൽ ദറസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദറസ് കുട്ടികളുടെ എന്തോ ഫെസ്റ്റോ പരിപാടിയോ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. 10 മണിക്ക് തുടങ്ങുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേക്കും പോകണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. കൊണ്ട് വേഗം തിരക്കിട്ട് വേഗം പണികൾ എടുക്കുകയാണ് കേട്ടോ. കറി പിന്നെ തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പൂരി ഉണ്ടാക്കി അതും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ മക്കളും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചായയൊക്കെ കുടിച്ച് പുറത്ത് വന്ന് നോക്കുമ്പോഴേ ഇവിടെ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ കളിയും കാര്യങ്ങളാണ്. ഇവിടെ ചീമക്കൊന്നയും കൊണ്ട് ട്രൈപ്പാഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താണ് ഒരുത്തന് ഡ്രമ്മിൻ്റെ ഉള്ളിൽ നിന്ന് എണീച്ച് വരുന്നുണ്ട്. കുട്ടികൾ നല്ല കളിയിലാണ് കേട്ടോ. പിന്നെ ഓരോ കളി നോക്കി നിൽക്കാൻ വല്ലാണ്ട് നേരമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം തിരിച്ച് അടുക്കളയ്ക്ക് തന്നെ പോകുന്നതാണ്. വേഗം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലായിടും ഒന്ന് മൊത്തത്തിൽ അടിച്ചൊക്കെ വാരിയിട്ടു. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി പെറുക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ തീയൊക്കെ കത്തിച്ച് കുട്ടികളൊക്കെ ഒന്ന് കഴുകാൻ വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 11:30 ആ ഒരു സമയമാകുമ്പോഴെങ്കിലും പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പണികളും തീർത്തിട്ട് പോയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ ഇരിക്കുന്നിടത്തേ എല്ലാ പണികളും എടുത്തിട്ടേ ഒരു തൃപ്തി കിട്ടുള്ളൂ. പിന്നെ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ ഇതെല്ലോടെ ഒന്ന് വേഗം തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കുറച്ച് പണികളും കൂടെ ഉണ്ട്. തിരുമ്പാനുള്ളത് പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേഗം തുണികളൊക്കെ ഒന്ന് പുറത്ത് ആറിടട്ടെ. ആറിടുന്ന തുണികൾ ഞാൻ തിരിച്ച് വരുമ്പം അയിലുമ്മേൽ ഉണ്ടാവുമോ അല്ലെങ്കിലൊക്കെ നിലത്താണോ കിടക്കുക എന്നൊന്നും പറയാൻ പറ്റൂല. നല്ല കാറ്റാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഭാഗത്തേക്ക്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ വൈകുന്നേരം വന്നാൽ പെറുക്കി കൂട്ടേണ്ടി വരും. എന്നാലും വെയിൽ കണ്ടപ്പോൾ പിന്നെ മുറ്റത്ത് തന്നെ എങ്ങനെയാണ് ഇടാണ്ട് നിൽക്കുകയെന്ന് വിചാരിച്ച് ഞാൻ മുറ്റത്ത് തന്നെ ആറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞാണ്. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.